ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയാസ്റ്റിസ് ഞാൻ ചെയ്ത വീഡിയോസിൽ ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സുള്ള ഒരു വീഡിയോ ആണ് ഡയാസ്റ്റിസ് റെക്റ്റയുടെ വീഡിയോ. വയറ് പ്രസവശേഷം വയറ് കുറയാത്തതിന് കാരണം എന്താണ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളായിട്ട് ഞാൻ 2-3 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പേർക്ക് ഡൗട്ട് ഉണ്ട് ഏതൊക്കെ എക്സസൈസ് ചെയ്യാൻ പാടില്ല എന്ന്. ഡയാസ്റ്റിസ് റെക്റ്റ ഉള്ളവർക്ക് ചെയ്യാൻ പാടില്ലാത്ത എക്സസൈസ് ഏതൊക്കെയാണ്. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് അതിൽ മെയിനായിട്ട് ചെയ്യാൻ പാടില്ലാത്ത 3 എക്സസൈസ് ആണ്. അതിന് പകരം ഏത് എക്സസൈസ് ആണ് നമുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത്. കാരണം വേറെ വർക്കൗട്ടിന്റെ സെക്ഷനൊക്കെ ചെയ്യുമ്പോൾ ഇത് ചെയ്യാൻ പറ്റുമോ എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന് പകരം നിങ്ങളിപ്പോൾ ഞാനൊരു സെറ്റ് വർക്കൗട്ട്സ് കാണിച്ചു തരുമ്പോൾ ഡയാസ്റ്റിസ് റെക്റ്റ ഉള്ളവർക്ക് ഈ എക്സസൈസ് ഒഴിവാക്കിയിട്ട് അതിന് പകരം ഇത് ചെയ്താൽ മതി. അത് ഈ സെയിം എഫക്ട്സ് കിട്ടും. കാരണം നമ്മുടെ ആ മസിൽസിന്റെ ബൾക്ക് പുറത്തോട്ട് വരുന്നതിന് ചില എക്സസൈസ് ചെയ്യുമ്പോൾ പ്രഷർ കൂടുമ്പോൾ അത് വീണ്ടും പുറത്തോട്ട് വരാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് എല്ലാ എക്സസൈസും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്. ഡയാസ്റ്റിസ് റെക്റ്റ എന്താണെന്ന് ഇനി പറയേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു. എന്താണ് ഡയാസ്റ്റിസ് റെക്റ്റ എന്ന് അറിയാത്തവർക്ക് വീണ്ടും പ്ലീസ് ആ വീഡിയോസിന്റെ ലിങ്ക് മുകളിൽ വന്നിട്ടുണ്ടാവും. ആ ലിങ്കിൽ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ വീഡിയോസ് എങ്ങനെയാണെന്ന് കാണാം. ഡയാസ്റ്റിസ് റെക്റ്റയുടെ എങ്ങനെയാണ് ആ ഇഷ്യൂ ഉണ്ടോ ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യേണ്ട ഒരു ടെസ്റ്റിന്റെ ഒരു വീഡിയോ ഉണ്ട്. അതിനുള്ള എക്സസൈസുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് കാണും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ എക്സസൈസിലോട്ട് കിടക്കാം. ഫസ്റ്റ് വൺ പറയാൻ പോകുന്നത് ക്രഞ്ചസ്. എല്ലാവരും അബ്ഡോമന്റെ എക്സസൈസ് ചെയ്യുമ്പോൾ ക്രഞ്ചസ് ചെയ്യലുണ്ട്. അപ്പോൾ ഈ ക്രഞ്ചസ് ഡയാസ്റ്റിസ് റെക്റ്റ ഉള്ളവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. അവർക്ക് ആ ബുദ്ധിമുട്ട് കൂടാൻ ചാൻസ് ഉള്ളത്. അപ്പം അത് ക്രഞ്ചസ് എന്ന് പറഞ്ഞാൽ ഏതാണെന്ന് മനസ്സിലായില്ലേ? ജസ്റ്റ് ഇങ്ങനെ കിടന്നിട്ട് നമ്മൾ പൊന്തുന്നത്. ഓക്കെ, ഇങ്ങനെ ടൈറ്റ് ചെയ്തിട്ട് പൊന്തുന്നതൊക്കെയാണ് ക്രഞ്ചസ്. അതിന് പകരം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാക്വം എന്ന് പറഞ്ഞൊരു എക്സസൈസ് ആണ്. ഒന്നുമില്ല, നമ്മുടെ അബ്ഡോമന്റെ ഭാഗം നല്ല വയർ ഉള്ളിലോട്ട് വലിച്ചു പിടിക്കുക മാക്സിമം. അപ്പോൾ താഴത്തെ ഭാഗം ടൈറ്റ് ആയിട്ടുണ്ടാവും ബാക്കൊക്കെ. എന്നിട്ട് അത് ഇങ്ങനെ ഹോൾഡ് ചെയ്യുക. ഒരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. മാക്സിമം ഉള്ളിലോട്ട് വലിക്കുക. 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. റിലാക്സ് ചെയ്യുക. ഓക്കെ, ഇതാണ് നമ്മൾ ക്രഞ്ചസിന് പകരം ചെയ്യേണ്ട എക്സസൈസ്. ക്രഞ്ചസ് ചെയ്യാൻ പറ്റാത്ത സമയത്തൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിന് പകരം എന്ത് ചെയ്യുക, ഈ വാക്വം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സസൈസ് ആണ്. അബ്ഡോമൻ ടക്കിങ് ചെയ്യുന്നത്. ഉള്ളിലോട്ട് മാക്സിമം എത്ര പറ്റുമോ അത്രയും ഉള്ളിലോട്ട് വലിച്ചു പിടിക്കുക. എന്നിട്ട് 10 സെക്കൻഡ് ഹോൾഡ് ചെയ്തതിന് ശേഷം റിലാക്സ് ചെയ്യുക. ഇതാണ് ഒരു എക്സസൈസ്. ഇനി അടുത്തത് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റപ്സ് ഉണ്ട്. നമ്മളിങ്ങനെ ഇരുന്നിട്ട് എഴുന്നേക്കുന്നത്. ഓക്കെ, ഇതൊക്കെ അബ്ഡോമിനൽ എല്ലാ വർക്കൗട്ടുകളിലും സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ്. പ്ലീസ് ഇതും ചെയ്യാതിരിക്കുക. ഓക്കെ, അതിന് പകരം നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഇങ്ങനെ പിടിക്കുക. ഈ ഒരു പൊസിഷനിൽ പിടിക്കുക, കൈ കാലും. ഓക്കെ, എന്നിട്ട് ഓപ്പോസിറ്റ് കൈയും കാലും നീട്ടുക. ആ പൊസിഷനിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, ഇത് ഡയാസ്റ്റിസ് റെക്റ്റ ഉള്ളവർക്ക് നല്ലൊരു എക്സസൈസ് ആണ് ഇത്. ഒന്നില്ല 90 ഡിഗ്രിയിൽ കാല് പിടിക്കുക. കൈ രണ്ടും ഷോൾഡറിന്റെ അതേ ഇതിൽ സ്ട്രെയിറ്റ് ചെയ്ത് പിടിക്കുക. ഓപ്പോസിറ്റ് കാല്, ഈ കാല് സ്ട്രെയിറ്റ് ആയിട്ട് ഇതാക്കുമ്പോൾ ഓപ്പോസിറ്റ് കൈ ബാക്കിലോട്ട് കൊണ്ടുപോകുക. വീണ്ടും 5 സെക്കൻഡ് ഹോൾഡ് ചെയ്തതിന് ശേഷം നോർമൽ പൊസിഷനിലോട്ട് കൊണ്ടുവരിക. ഓക്കെ, ഇതാണ് രണ്ടാമത്തേത്. ഇനി മൂന്നാമത്തേത് എല്ലാവർക്കും ഡൗട്ടുള്ള ഒരു സംഭവമാണ്. ഡയാസ്റ്റിസ് റെക്റ്റ ഉള്ളവർക്ക് പ്ലാങ്ക്സ് ചെയ്യാൻ പറ്റുമോ? സത്യം പറഞ്ഞാൽ പ്ലാങ്ക്സ്, നോർമൽ പ്ലാങ്ക്സ് ഒരിക്കലും ചെയ്യരുത്. എൽബോ പ്ലാങ്ക്സ് എന്നല്ല, ഇതാണ് എൽബോ പ്ലാങ്ക്സ്. ഈ സംഭവം പ്ലീസ് എല്ലാവരും അവോയ്ഡ് ചെയ്യാം. എന്നിട്ട് അതിന് പകരം നിങ്ങൾ സൈഡ് പ്ലാങ്ക്സ് യൂസ് ചെയ്തോളൂ. സൈഡ് പ്ലാങ്ക്സ് ആയിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ്. ഈ സൈഡ് പ്ലാങ്ക്സ് നിങ്ങൾ എൽബോ പ്ലാങ്ക്സും ഫുൾ പ്ലാങ്ക്സും ഒക്കെ പറയുന്ന സമയത്ത് ഈ സൈഡ് പ്ലാങ്ക്സ് ചെയ്യൂ. നിങ്ങൾക്ക് ശരിക്കും നല്ല റിസൾട്ട് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഏതൊക്കെ എക്സസൈസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. അതിന് പകരം ഏതൊക്കെ ചെയ്യേണ്ടത് മനസ്സിലായിട്ടുണ്ട്. ഈ എക്സസൈസ് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും. ആ ഡൗട്ട് എല്ലാവരെയും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോസിന് എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. ഞാൻ റിപ്ലൈ തരാൻ ട്രൈ ചെയ്യുന്നതാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ എല്ലാവരും മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ ഫ്രണ്ട്സിനോട് എല്ലാവരോടും ഷെയർ ചെയ്യൂ വീഡിയോസ്. അപ്പോൾ നെക്സ്റ്റ് ടൈം കാണാം. ഓക്കെ, ബൈ.